കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ പുറത്തു വന്നൊരു വാർത്തയായിരുന്നു മെറീന എന്ന പെൺകുട്ടിയുടെ മരണം. ശരിക്കും പറഞ്ഞാൽ മെറീന റെജി എന്ന 27 വയസ്സുകാരിയുടെ മരണം ഏറ്റവും കൂടുതൽ തളർത്തിയത് ഭർത്താവിനെയാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെ പാടി എല്ലാവരോടും വളരെയധികം നന്നായി സംസാരിച്ചു കൊണ്ടിരുന്ന, സ്നേഹം മാത്രം പ്രകടിപ്പിക്കാൻ അറിയുന്ന ഒരു പെൺകുട്ടി. അതായിരുന്നു മെറീനയെ കുറിച്ച് പറയാനുള്ളത്. ഇപ്പോഴിതാ മെറീനയുടെ വാർത്ത കേട്ടതിനു ശേഷം ഒരു കൈ പോലും അനക്കാൻ പറ്റാതെ തളർന്നു കിടക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഭർത്താവ് ഷാനു. എന്നാൽ ആ കിടക്കുന്ന അവസ്ഥയിൽ പോലും മെറീനയെക്കുറിച്ചുള്ള ഓർമ്മകളിൽ നിൽക്കുകയാണ്. അവളെൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ദേഷ്യമൊന്നും ഒന്നിനും പരിഹാരമല്ലെന്ന് ഞാൻ പഠിച്ചു. ദേഷ്യപ്പെടാതിരിക്കാൻ ഞാൻ പഠിച്ചു. ദേഷ്യത്തോട് സംസാരിക്കുന്നതൊന്നും തന്നെ ഒന്നിനെക്കുറിച്ചുള്ള പരിഹാരമല്ലെന്ന് ഞാൻ പഠിച്ചു. എൻ്റെ ദേഷ്യമെല്ലാം അവൾ സ്നേഹത്തോടെ എന്നിൽ കുറിക്കുന്നുണ്ടായിരുന്നു. എന്നോടെപ്പോഴും അവൾ പാടാൻ പറയും. ഞാൻ നല്ലൊരു പാട്ടുകാരനൊന്നുമല്ല, പക്ഷെ പാടണം, ബൈബിൾ വായിക്കണം, പ്രാർത്ഥിക്കണം. ഇതൊക്കെയായിരുന്നു മെറീന എന്നോട് പറയാറുള്ളത്. അവൾ എൻ്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർ ഒരുപാട് പേർ നന്ദിയോടെ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ആളുകൾ ഒരുപാട് പേർ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള എല്ലാവർക്കും മെറീനയെ അറിയാം. സ്നേഹം കൊണ്ട് അവർ ആളുകളെ എല്ലാവരെയും എടുക്കും. ആഘോഷ ദിനം തീരായി നോവായി വഴിമാറി. 1-ാം വാർഷികത്തിലെ തലേന്ന് യുവതി അപകടത്തിൽ മരിച്ച വാർത്തയാണ് മെറീനയെക്കുറിച്ച് പറയാനുള്ളത്. മെറീനയുടെ പാട്ടിലും പ്രസംഗത്തിലും അറിഞ്ഞോ അറിയാതെയോ കടന്നു വന്ന മരണചിന്തകൾ, ആകസ്മികമായി എത്തിയ മരണവും ഒരു നാടിനെയാണ് കരയിക്കുന്നത്. വിവാഹ വാർഷിക തലേന്ന് KSRTC ബസ്സിനടിയിൽപ്പെട്ടു. അങ്ങനെ മരിച്ച തലവടി ആനപ്രാമ്പൽ തെക്ക് കണ്ണിച്ചേരിയിൽ മെറീന റെജിയുടെ ഭർത്താവിൻ്റെ വിതുമ്പിക്കരയുന്ന വാക്കുകൾ തന്നെയാണ് എല്ലാവരും നൊമ്പരപ്പെടുത്തുന്നത്. അവളെക്കുറിച്ച് ഇതിനപ്പുറം ഞാൻ എന്തു പറയാനാണ്? ഒന്നിനെക്കുറിച്ചും മറുപടി പറയാനാകില്ല. ഒന്നിനും മറുപടിയായി പറയാൻ പറ്റാത്തൊരു കാര്യമാണ് എന്ന് പറഞ്ഞേ മതിയാകൂ. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകരും അതിന് മറുപടി നൽകുന്നുണ്ട്. ഓരോ തവണ മെറീനയെക്കുറിച്ചുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ ഭർത്താവിനെ തന്നെയാണ് ഓർമ്മ വരുന്നത്. അടുത്ത കാലത്ത് ഒരു വേദിയിൽ മെറീന പ്രസംഗിച്ചതും മരണത്തെക്കുറിച്ചായിരുന്നുവെന്ന് ഓർത്തു പറയുകയാണ്. വിവാഹ വാർഷികം ആഘോഷിക്കാൻ വേണ്ടി എത്തിയ സമയത്ത് ഭർത്താവ് ഷാനോയും മെറീനയും ചേർന്ന് പാടിയ കരയൊക്കെ ഗാനം മരണാനന്തരം പാടുന്ന പ്രത്യാശ ഗാനങ്ങളായിരുന്നു. ബുധനാഴ്ച രാത്രി 8 മണിയോടെ അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയിൽ തകഴി കേളമംഗലം മുട്ടേൽ കരിങ്കിന് സമീപമായിരുന്നു അപകടം. KSRTC ബസ്സിനെ മറികടക്കുന്നതിനിടയിൽ ബൈക്കിൻ്റെ ഹാൻഡിലിൽ തട്ടി നിയന്ത്രണം തെറ്റി ബൈക്കിൽ നിന്നും താഴെ വീണ മെറീന ബസ്സിനടിയിൽപ്പെടുകയായിരുന്നു. ഇത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടും എല്ലാവരെയും ഞെട്ടിക്കുന്ന ഓരോ വാർത്തകളും പുറത്തു വരികയാണ്. KSRTC ബസ്സിൻ്റെ അടിയിൽ പെടുന്ന അവസ്ഥ ഒരുപാടിടത്ത് വാർത്തയായി തന്നെ വരികയും ചെയ്യുന്നു. പ്രേക്ഷകരുടെ ഇടയിൽ തന്നെ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു വാർത്തയാണ് അത് എന്ന് പറയണം. അത്തരമൊന്നായി ഇത് മാറുകയും ചെയ്യുന്നു. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.